ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാമോ ജാപ്പനീസ് സീരീസായ സുക്കുമിച്ചി മുള്ളൻ ഫാൻറ്റസി സീസൺ 2 എപ്പിസോഡ് 4 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ടാർഗറ്റ് 7 ലൈക്കാണ്. അതുകൊണ്ട് വീഡിയോ നല്ല മാക്സിമം ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പറഞ്ഞ സമയങ്ങളെ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ടോമിനെയും മീനെയും കാണിച്ചുകൊണ്ടാണ്. അവരിപ്പോൾ വില്ലേജിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിയ കുക്കിംഗ് പഠിക്കാൻ വേണ്ടി ഈ ലോകം മൊത്തം ട്രാവൽ ചെയ്യാൻ പോവാണ്. അതും ഹീറോയ്ക്ക് വേണ്ടിയാണ് അവൾ കുക്കിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഹീറോ ഫൈറ്റ് കൊണ്ടിരുന്ന ബാറ്റിൽ ഫീൽഡിൽ പോയിട്ട് ഒരു ലേക്ക് ക്രിയേറ്റ് ആയെന്ന് ഞാൻ കേട്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം എന്ന് പറയാനാണ് ടോമോയെ പോകുന്നത്. എന്തൊക്കെ സംഭവിച്ചാൽ ശരി, യങ് മാസ്റ്റർ ഒന്നും പറ്റാതെ നമ്മൾ വേണം നോക്കാൻ എന്ന് ടോമോയെ പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഹീറോനെയാണ്. എങ്ങനെയൊക്കെ ഈ ഹീറോ അക്കാദമിയുള്ള സ്ഥലത്തോട്ടെത്തി. ഈ സ്ഥലത്ത് ട്രേഡിംഗ് നല്ല രീതിക്ക് പോകുന്ന തോന്നുന്നത് എന്ന് ഹീറോ ഷീക്കോട് പറഞ്ഞു വരുമ്പോഴാണ് കുറച്ച് പിള്ളേരൊക്കെ കൂടിയിരിക്കുന്നത് കാണുന്നത്. ഇതുള്ളല്ലോ ഹ്യൂമൻസോട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ സാധാരണ ആരായാലും കരാറാണ് പതിവ്. എന്നാൽ ഇവളുടെ കണ്ണാണ് എന്തോ ഡിഫറന്റ് ആയിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ ഹീറോ അങ്ങോട്ട് പോകുന്നു. എന്നെ കൊണ്ടൊന്നും അക്കാദമി ടീച്ചർ ആവാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പെണ്ണ് അവിടെ നിന്ന് പോകാൻ നോക്കുന്നു. എന്നാൽ അവിടെ നിന്ന് ആളെ അറ്റാക്ക് ചെയ്യുന്നു. നിർത്തണം എല്ലാവരും എന്ന ഹീറോ അവിടെ എഴുതി കാണിക്കുന്നു. എന്നാൽ അവര് ഹീറോനെ മൈൻഡ് ചെയ്യുന്നില്ല. നാറിയതാരും കണ്ടില്ല. ഷീക്കി നീ പറയടാ. നിർത്തണം എല്ലാവരും എന്ന് ഷീക്കി പറയുന്നു. അത് പറയാ നീ ആരാടാ? നിന്നെ കാണാൻ ഒരു ഡെമി ഹ്യൂമനെ പോലെ ഉണ്ട്. നീ എന്തിനാ പറയാ ഞങ്ങളെ കാര്യത്തിൽ അവിടെ നിന്ന് എന്ന് അവിടെ നിന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് ടോമയും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മാസ്റ്റർ യുവമാരെ തട്ടിക്കളഞ്ഞാരാ എന്നവര് ചോദിച്ചേനെ. ഷീക്ക് ആ കാര്യത്തിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ അവനെ നോക്കിയാ മാസ്റ്റർ യുവമാർ തലയും കെട്ടി എടുത്താല എന്ന് ഷീക്ക് ചോദിക്കുന്നു. എന്റെ കൂടെ ഉള്ള എല്ലാവരും വട്ടന്മാരാണല്ലോ, ഷീക്ക് അവന്മാരൊന്നും കൊല്ലല്ലേ എന്ന് ഹീറോ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവന്മാരെ ചാവുന്നവരെ ടോർച്ചർ ചെയ്താരാ എന്ന് ഷീക്ക് ചോദിക്കുന്നു. അവളുമാരുടെ കൂടെ കൂടി ഇവന്റെയും പിരിപോയെന്നാ തോന്നുന്നു എന്ന് ഹീറോ വിചാരിക്കുന്നു. നിന്നെയൊക്കെ ഞാൻ കൊല്ലാൻ പോവാ, വേഗം ഓടിപ്പോക്കോ ശൂഷു എന്ന് ഷീക്ക് പറയുന്നു. നീ എന്താടാ അവന്മാരോട് വള്ളിയുടെ അമ്മളോട് സംസാരിക്കുന്നേ എന്ന് ഹീറോ ഷീക്കോട് ചോദിക്കുന്നു. ഞങ്ങൾക്ക് ആരാന്നറിയാവാ എന്ന് പറഞ്ഞ അവരെ വിൻമാജിക് യൂസ് ചെയ്ത് പറഞ്ഞു കാണിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂരം പറക്കണം, അതിന് ഇത്ര വലിയ കാര്യം എന്താ? നിന്നെ കൊണ്ടൊക്കെ വേറെ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഇപ്പൊ മാസ്റ്റർ സംസാരിക്കുന്നത് വള്ളിയിടുന്ന പോലെ തന്നെ എന്ന് ഷീക്ക് വിചാരിക്കുന്നു. ഷീക്ക് എർത്ത് മാജിക് യൂസ് ചെയ്ത് അവരെല്ലാം പൊക്കത്തോട്ട് കൊണ്ടുപോകുന്നു. നീയൊക്കെ ആരാ എന്നാ പെണ്ണ് നോക്കുന്നു. ഹീറോ അവന്റെ പവർ യൂസ് ചെയ്ത് എർത്ത് മാജിക് ക്യാൻസൽ ചെയ്യുന്നു. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഓക്കെ അല്ലേ? പരിക്കൊന്നും പരിയിടില്ലല്ലോ എന്നാ പെണ്ണിന്റെ ഒക്കെ ഹീറോ ചോദിക്കുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്നോട് ഞാൻ ഹെൽപ്പ് ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് അവള് പറയുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന പകരമായിട്ട് എനിക്കൊന്നും വേണ്ട, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് ഹീറോ പറയുന്നു. ഞാൻ കൊട്ടസ്റ്റു റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് പോവാ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റീപേ ചെയ്യാം എന്ന് പറഞ്ഞ് അവള് പോകുന്നു. ടൈം കിട്ടുമ്പോ എപ്പോഴെങ്കിലും റെസ്റ്റോറന്റ് പോവാ, ആദ്യം ഓമാരായിരുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോ പൊക്കത്തോട്ട് നോക്കുന്നു. ആ പിള്ളേരൊക്കെ പൊക്കത്ത് പറഞ്ഞോണ്ടിരിക്കുവാണ്. എടാ ഷീക്ക് അവന്മാരുടെ മാനേജർ അവന്മാര് വീഴാൻ പോവാ എന്ന് ഹീറോ പറയുന്നു. മാസ്റ്റർ ഇത് ഞാൻ നോക്കിക്കോളാം. ഷീക്ക് ആ പിള്ളേരെ ഷീറ്റ് നൈസ് എടുത്ത് ആയിടുന്നു. എങ്ങനെയുണ്ട് മാസ്റ്റർ, ആരെയും കൊന്നിട്ടില്ല എന്ന് ഷീക്ക് പറയുന്നു. നീയൊക്കെ ചേരും, നിന്നൊന്നും ഞാൻ വെറുതെ എടുത്തില്ല എന്ന് പറഞ്ഞ അവന്മാർ അവിടെ ഓടിപ്പോകുന്നു. ഇവന്മാർ എത്രയൊക്കെ ആ പെണ്ണിനോട് പ്രശ്നം ഉണ്ടാക്കിയാലും ആ പെണ്ണിന്റെ കണ്ണിൽ എന്തോ എനിക്ക് ഡിഫറന്റ് ആയിട്ട് ഫീൽ ചെയ്തു എന്ന് ഹീറോ പറയുന്നു. നൈറ്റ് താമസിക്കാൻ ഒരു സ്ഥലം നോക്കണം, 3 ദിവസത്തിലുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് എന്ന് ഹീറോ പറയുന്നു. അപ്പൊ നിങ്ങൾ ടീച്ചർ ആവുന്ന എൻട്രൻസ് എക്സാമിന് വേണ്ടി പോകാൻ പോകണം എന്ന് ഷീക്ക് ചോദിക്കുന്നു. എവിടെ ഞാൻ സ്റ്റുഡന്റ് ആവാൻ വേണ്ടിയില്ല വന്നേ എന്ന് ഹീറോ ചോദിക്കുന്നു. നിങ്ങളൊരു ആപ്ലിക്കേഷൻ അയച്ചില്ല, ടീച്ചർ ആവാൻ വേണ്ടിയുള്ള എന്ന് ഷീക്ക് പറയുന്നു. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ ഹീറോ ഷോക്കാവുന്നു. റെഡ് ബ്രാഞ്ച് അമ്മയുടെ ഓർഡറിന്റെ റെക്കമെൻഡേഷൻ ആണ് ഹീറോ അപ്ലൈ ചെയ്തത്. വന്നു എനിക്കിപ്പോ ചെറിയ അക്ഷരം ഒന്നും കാണാൻ മേല എന്നാ അസിസ്റ്റന്റ് പറയുന്നു. നിങ്ങളെല്ലാം മണ്ടത്തരം ചെയ്യുന്ന മുമ്പ് ആ കണ്ണുകൊണ്ട് കാണിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല, വയസ്സായില്ലേ എന്നാ ഓണർ പറയുന്നു. ഓൾറെഡി ആണ് ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്ത് എന്ന് പറഞ്ഞ് ഹീറോ സങ്കടപ്പെടുന്നു. റെഡ് ബ്രാഞ്ച് അമ്മയുടെ ഓർഡർ റെക്കമെൻഡ് ഇല്ലാതെ എനിക്ക് എപ്പോഴാണ് പോകായിരുന്നു, ഞാൻ കാരണം അയാളുടെ പേര് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോ ടീച്ചർ എക്സാമിന് വരുന്നു. ഇവിടെ വല്ല ക്ലർക്ക് ജോലിയെല്ലാം കിട്ടുക എന്ന് ഹീറോ ചോദിക്കുന്നു. വരുന്നില്ലാരും ടീച്ചർ പോസ്റ്റിംഗ് കഷ്ടമെന്ന് പറഞ്ഞ് ക്ലർക്ക് ജോലി ചോദിച്ചോണ്ടിരുന്നത് എന്ത് ചെയ്യും? ഞങ്ങൾ ടീച്ചർ വേണമെന്നല്ലേ പറഞ്ഞത്, ക്ലർക്ക് ആണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവളെല്ലാം ചൂടാവുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മാസ്റ്റർക്ക് മര്യാദ സംസാരിക്കും എന്ന് പറഞ്ഞ ഷീക്ക് ടെൻഷൻ ആവുന്നു. ഷീക്ക് വേണ്ട അവനെ കൊല്ലലടാ എന്ന് പറഞ്ഞ ഹീറോ അവനെ തടയുന്നു. പേടിക്കാണെന്ന് ഇവൻ ചെറുതായിട്ടൊന്നും ടെൻഷൻ ആയതാ എന്ന് ഹീറോ പറയുന്നു. നീ മാസ്റ്ററിന്റെ മര്യാദ സംസാരിക്കുമല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ ഷീക്ക് അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ലേഡി വരുന്നു. ഇയാൾ പുതുതായിട്ട് വന്നു, അയാൾക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുന്നു. എന്നാൽ ലേഡി പറയുന്നു, ടീച്ചർ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ആയിട്ട് ക്ലർക്ക് ജോലി ഉണ്ടോ ചോദിക്കുന്നത് എന്ന് അവള് ചോദിക്കുന്നു. എന്റെ മാസ്റ്റർ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചതല്ലേ ഉള്ളൂ, അതിനെന്ത് തെറ്റുള്ളത് എന്ന് ഷീക്ക് ചോദിക്കുന്നു. പ്രാക്ടിക്കൽ ആൻഡ് റിട്ടേൺ ഏത് എക്സാം ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നാൽ ലേഡി ചോദിക്കുന്നു. എന്റെ മാസ്റ്റർ പ്രാക്ടിക്കൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ എന്ന് ഷീക്ക് പറയുന്നു. ഹിസ്റ്ററി തന്നെ ഈ പ്രാക്ടിക്കൽ എക്സാം കുറച്ചുപേരെ പാസ്സായിട്ടുള്ളൂ എന്നാൽ ലേഡി പറയുന്നു. എന്റെ മാസ്റ്റർക്ക് ഇത് നിസ്സാരം, ഇതൊക്കെ മാസ്റ്റർ ചെയ്തോളൂ എന്ന് ഷീക്ക് പറയുന്നു. എടാ നീ എന്നോടൊന്നും ചോദിക്കില്ല, നിന്റെ ഇഷ്ടത്തിനല്ലേ പറയണ്ടേ എന്ന് ഹീറോ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മൊത്തത്തിൽ 3 ദിവസം സമയമുണ്ട്. എക്സാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫെദർ യൂസ് ചെയ്ത് പുറത്തു വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബെല്ലടിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈ ആവും. അതുപോലെ നിങ്ങൾ പുറത്തും വരും. എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആരും തമ്മി ഫൈറ്റ് ചെയ്യാൻ പാടില്ല. സാധാരണയായിട്ട് എല്ലാം ദൂരത്താണ് ടെലിപ്പോർട്ട് ആവാറ്, അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസും കുറവാണ്. ഈ ഓർബ്സിൽ 3 നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ ഓരോന്നിനും അതിന്റേതായ സ്പെഷ്യൽ വാല്യൂസ് ഉണ്ട്. എങ്ങനെ നിങ്ങളെ കൂടെ പറ്റത്തില്ലെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്തു വരാം എന്ന് പറഞ്ഞ് അവരെ ട്രെയിനിങ്ങിനോട് ടെലിപ്പോർട്ട് ചെയ്യുന്നു. ഹീറോ എന്റെ പവർ യൂസ് ചെയ്ത് ആ സ്ഥലം മൊത്തം സ്കാൻ ചെയ്ത് നോക്കുന്നു. അവരെവിടെയൊക്കെ ഫുഡ് ഉണ്ടെന്ന് ഹീറോ കണ്ടുപിടിക്കുന്നു. അതുപോലെ ബാക്കിയുള്ളവരൊക്കെ കുറെ ദൂരെയാണെന്നും ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. ഫസ്റ്റ് റെഡ് കളർ ഓർബ് കണ്ടുപിടിക്കുക. ഫിസിക്കൽ അറ്റാക്ക് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യണം. എങ്ങനെ മാജിക് യൂസ് ചെയ്യണമെങ്കിൽ ഇത് പൊട്ടിപ്പോകും. അതുപോലെ ഇതിനെ പിടിക്കാൻ അത്ര എളുപ്പമല്ലെന്ന് എഴുതിയിട്ടുണ്ട്. ഹീറോ ആ ഓർബിനെ ചില തൊട്ടപ്പം തന്നെ പൊട്ടിപ്പോകുന്നു. പവർ കുറച്ച് കൂടിപ്പോയെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ ഇടത്തേനെ പിടിക്കാം. പിന്നെയുള്ള യെല്ലോ കളർ ഓർബ്, ഇതിനെ മാജിക് യൂസ് ചെയ്ത് മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഹീറോ അതിനെ പിടിക്കാൻ വേണ്ടി ഫയർ ബോൾ യൂസ് ചെയ്യുന്നു. എന്നാൽ ഹീറോയുടെ പവർ കൂടുതലായതുകൊണ്ട് അത് പൊട്ടിപ്പോകുന്നു. പിന്നെയുള്ളത് ബ്ലൂ കളർ ഓർബ്, അതിനെ ലോങ് റേഞ്ച് അറ്റാക്ക് വെച്ച് പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇതെന്താ ഞാൻ പിടിക്കാൻ നോക്കുന്നതെല്ലാം പൊട്ടിപ്പോകുന്നത്. ഇതിൽ തന്നേക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒക്കെ അതുപോലെ ഞാൻ ചെയ്തത്. ഇനി ഞാൻ എന്റെ പവർ കുറച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഹീറോയുടെ സ്ട്രെങ്ത് കുറക്കുന്നു. എന്നിട്ട് ഹീറോ ആ റെഡ് ഓർബിനെ പിടിക്കാൻ നോക്കിയാൽ വീണ്ടും പൊട്ടിപ്പോകുന്നു. ഇതെന്തായാലും പൊട്ടിപ്പോണേ. ഹീറോ എത്ര പയ്യെ തൊട്ടാലും ആ ഓർബൊക്കെ പൊട്ടിപ്പോകുന്നു. എന്തായാലും ഇനി നാളെ നോക്കാം എന്ന് പറഞ്ഞ ഒരു ബാരർ ഇട്ട് ഹീറോ കിടന്ന് ഉറങ്ങുന്നു. പിറ്റേ ദിവസം നോക്കുവാണെങ്കിൽ കുറെ മോശത്തൊക്കെ ചത്തിടക്കുന്നു. ഹീറോയോട് വന്ന ബാക്കിയുള്ള എക്സാമിനേഷനൊന്നും കാണുന്നില്ല. അവരെല്ലാവരും എക്സാം തീർത്ത് പോയി കാണുമെന്ന് ഹീറോ വിചാരിക്കുന്നു. ഈ ഓർബ്സിനൊക്കെ ലൈറ്റായിട്ട് ടച്ച് ചെയ്ത വർക്കാവുന്ന തോന്നുന്നത് എന്ന് ഹീറോ ചിന്തിക്കുന്നു. എന്നിട്ട് ഹീറോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ആരുടെ ഫെദർ ആ ഓർബി കൊള്ളുന്ന പോലെ ഹീറോ വിടുന്നു. എന്നാൽ ഓർബ് പെട്ടെന്ന് ഇങ്ങോട്ട് ടെലിപ്പോർട്ട് ആവുന്നു. അല്ല ഇതിവിടെ പോയി
ഹീറോയുടെ പവർ യൂസ് ചെയ്ത് ആ ഓർബ് എങ്ങോട്ടാ പോയെന്ന് കണ്ടുപിടിക്കുന്നു. അതോടെ ടെലിപ്പോർട്ട് ആയി പോണ്. കുറച്ചിട്ട് പവർ കൂട്ടി നോക്കാം എന്ന് പറഞ്ഞ ഹീറോ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഇത്തവണ അത് വർക്കായി. ഹീറോയ്ക്ക് ആ ബ്ലൂ ഓർബ് കിട്ടുന്നു. അങ്ങനെ അവസരം ഒരെണ്ണം കിട്ടി എന്ന് പറഞ്ഞ ഹീറോ ഹാപ്പി ആവുന്നു. പുതുതായിട്ട് ആ സ്ഥലത്തോട്ട് ആരോ വന്നതുപോലെ ഹീറോയ്ക്ക് തോന്നുന്നു. എക്സാമിന്റെ പാത വെച്ച് അതിനൊക്കെ ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്ന് ഹീറോ വിചാരിക്കുന്നു. മാജിക് യൂസ് ചെയ്ത് പിടിക്കേണ്ട ഓർബിനെ ഹീറോനെ തീരെ കുറച്ച് മാജിക് യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ പിടിക്കുന്നു. അങ്ങനെ രണ്ടാമത്തേനെയും കിട്ടി. 2 ഓർബിനെ പിടിക്കാൻ വേണ്ടി 2 ദിവസം എടുത്ത്. എന്റെ കൂടെ വന്നവരെ പറ്റി എനിക്കിപ്പോൾ ഒരു വിവരവും കിട്ടുന്നില്ല. അവർ ഈ എക്സാം ഫിനിഷ് ചെയ്ത് പോകണോ അതോ തോറ്റിട്ട് പോകണോ അറിയത്തില്ല എന്ന് ഹീറോ വിചാരിക്കുന്നു. എപ്പോഴത്തേം പോലെ ബാരന്റെ പുറത്ത് കുറെ മോൺസ്റ്റർ കിടപ്പുണ്ട്. എന്നാൽ അവരുടെ അസാസിന് ബോധമില്ല കിടപ്പുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന പോലെ അഭിനയിച്ച് പെട്ടെന്ന് ഹീറോനെ അറ്റാക്ക് ചെയ്യുന്നു. അത് ഹീറോന്റെ കൈവച്ചിനെ ബ്ലോക്ക് ചെയ്യുന്നു. ആ അസാസിൻ ഹീറോനെ ഇൻവിസിബിൾ ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. എന്നാലും ഒരു വള്ളി വേണ്ടെന്ന് പറഞ്ഞ് ഹീറോ പോയാൽ ആ അസാസിൻ ഹീറോനെ വലിച്ചിട്ട് കുത്താൻ നോക്കുന്നു. അവന്റെ ഇരുന്ന കത്തി ഹീറോ പൊട്ടിക്കുന്നു. എടാ നിനക്ക് എന്താണ് നീ എന്തിനു വെറുതെ എന്നെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഹീറോ നോക്കിയാൽ ഹീറോയുടെ കൈ മൊത്തം പോയിസൺ ആയി. ഇവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെ നീ ഇങ്ങനെയാണ് വരട്ടി പുറത്താക്കിയത് എന്ന് ഹീറോ ചോദിക്കുന്നു. അതെ ഞാൻ ഒരു അസാസിനാണ്. നിന്നോട് ആരാ ചെയ്യാൻ പറഞ്ഞു? ആരാ അയച്ചേ എന്ന് ഹീറോ ചോദിക്കുന്നു. ഞാൻ അസാസിൻ ഗിൽഡിൽ ഉള്ളവനാണ്. എനിക്ക് കോസ്റ്റ് വരും. എന്റെ ക്ലൈന്റ് ആരാന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഫാസ്റ്റ് ചാർജിംഗ് പോയിസൺ നീ ഇപ്പൊ തന്നെ അത്തു. ഫാസ്റ്റ് ചാർജിംഗ് പോയിസൺ അതെന്തുവാ എന്ന് ഹീറോ ചോദിക്കുന്നു. നീ എന്തോ ഒരു ചാവാത്തെ എന്ന് പറഞ്ഞ അസാസിൻ ഷോക്ക് ആവുന്നു. അതിനു മുമ്പ് നിന്നെ ആരാ അയച്ചെന്ന് പറ എന്ന് ഹീറോ ചോദിക്കുന്നു. നിന്നോടല്ലേടാ പറഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റത്തില്ലെന്ന് എന്ന് അസാസിൻ പറയുന്നു. അസാസിന്റെ കാര്യത്തിന് നേരിട്ട് ഹീറോ പാരലൈസ് ആക്കുന്നു. എടാ ബോളെ ഇറക്ക ഈ പോയിസൺ എന്റെ വർക്കാത്ത പോലും ഇല്ല എന്ന് പറഞ്ഞ് ഹീറോ ഓടി ഒന്ന് കിക്ക് കൊടുക്കുന്നു. ആ അസാസിൻ അവിടെ തെറിച്ചു പോകുന്നു. എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടോ ആ ഫിസിക്കൽ അറ്റാക്കിന്റെ ഓർമ്മ മാത്രം ഹീറോയെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. മാജിക് എപ്പോഴും എന്റെ ബോഡി ക്യൂറ്റ് എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ് ഹീറോ ഒരു കത്തി എടുത്ത് എന്റെ ബാക്ക് വെച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഹീറോനെ അറ്റാക്ക് ചെയ്യുന്നതിലും അത് ടെലിപ്പോർട്ടായി പോകുന്നു. ഞാനിവിടുന്ന് പോവുകയാണെങ്കിൽ ഞാൻ ഈ ഓർബും കൊണ്ടേ പോകത്തുള്ളൂ. എന്നാൽ ഹീറോ വീണ്ടും അറ്റാക്ക് ചെയ്ത് എങ്ങനെയൊക്കെ എന്നെ പിടിക്കുന്നു. അങ്ങനെ ഒഴിവഴിക്ക് ഞാൻ 3 ബോളും പിടിച്ച് ഞാൻ ജയിച്ചാ എന്ന് പറഞ്ഞ് ഹീറോ കിടന്ന് കാറുന്നു. ആ കാർ കേട്ട് ബാക്കിയുള്ള ബോളൊക്കെ പൊട്ടി പോകുന്നു. ഹീറോ അവന്റെ ഫെദർ യൂസ് തിരിച്ച് ടെലിപ്പോർട്ട് ആവുന്നു. കൊസുനോവാ നീ ഇവരെ പോലെ ഫോർഫിറ്റ് ചെയ്യാൻ പോകണോ എന്ന് അയാളെ ചോദിക്കുന്നു. അല്ലല്ല ഞാൻ ഓർബൊക്കെ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഹീറോ കൊടുക്കുന്നു. ഇതിനൊരു ചാൻസും ഇല്ല. നിന്റെ സ്ട്രെങ്തിനനുസരിച്ചുള്ള ഏതെങ്കിലും ബോൾ കളക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. 3 കളറുള്ള 3 ബോളും കളക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹിസ്റ്ററിയിൽ വേറെ കളറുള്ള 3 ഓർബ് ആരും കളക്ട് ചെയ്തിട്ടില്ല എന്ന് അയാൾ പറയുന്നു. അപ്പൊ ആവശ്യമില്ല ഞാനല്ലേ ടൈം വേസ്റ്റ് ആക്കിയത്. എങ്ങനെയാണെങ്കിലും എനിക്ക് ടെമ്പററി ആയിട്ട് ഒരു ടീച്ചർ പൊസിഷൻ കിട്ടിയവളെ നമുക്ക് ആ ഗുട്ടസു റെസ്റ്റോറന്റിൽ പോയി എല്ലാം കഴിക്കാം എന്ന് ഹീറോ പറയുന്നു. ടോയമിയും അവരുടെ ജെർണിക്ക് വേണ്ടി പോകുന്നത് നമ്മളെ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന വേറൊരു സ്ഥലമാണ്. അപ്പൊ കൊസിനോ 3 ഓർബും കളക്ട് ചെയ്തല്ലേ. അവൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്നാ തോന്നുന്നത്. എന്തായാലും അവനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം. അവിടുത്തെ സ്റ്റാഫിനെ യൂസ് ചെയ്ത് ഹീറോനെ പറ്റി ഒരു പെണ്ണു തിരക്കുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഞാൻ നല്ല ഹാപ്പിയാണ്. ഞാൻ യൂട്യൂബിൽ ഇട്ട ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ 1K ആയി. നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. വീഡിയോ നല്ലൊരു മാക്സിമം ലൈക്ക് അടിക്കുക. അതുപോലെ നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അതുകൊണ്ട് വീഡിയോ നല്ലൊരു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന്റെ ബൈ ബൈ.